ഒരു ക്വസ്റ്റൻ ഉണ്ട്, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നുള്ളത്. വലിയ ഒരു കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ എന്താ പറയുക അജഗജാന്തരം എന്ന് പറയാവുന്ന ആ ഒരു സ്വഭാവം മാറലൊന്നുമില്ല. ഐ ആം നോട്ട് ഇംപ്രസ്ഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോണ്ടേഴ്സിൻ്റെ ആ ഒരു ADV ആണ്. ആ ADV പിന്നിലുണ്ട്. അപ്പോൾ ADVയുടെ കാര്യം കൂടി പറയാം. അതായത് ഓരോ കാര്യങ്ങൾ പറയാതെ വീണ്ടും കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ ആ ഒരു എടുത്ത് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ADV എന്ന് പറയുന്ന ആ ഒരു മോഡലല്ലാണ്ട് ഈ ഒരു ലോട്ടിൽ സോണ്ടേഴ്സിൻ്റെ ആ ഒരു X350 കൂടി ഉണ്ട്. ഒരിത്തിരി നിഞ്ചായിഷ് ആയിട്ടുള്ള ഒരു വണ്ടി എന്നുള്ളത് ആ ഒരു രൂപത്തിൽ എവിഡൻ്റാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം കൂടി പറയാം. അതായത് കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു അഗ്രസീവായിട്ടുള്ള ഫേസിലൊരു വണ്ടിയാണിത്. അപ്പോൾ ഇതാണ് ആ വണ്ടി. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു ഇത്തിരി കൂടി ഇഷ്ടപ്പെടാൻ ചാൻസുള്ള വണ്ടിയാണിത്. ആ ഒരു വലിയ ഫെയറിങ്ങും ആ അഗ്രസീവായിട്ടുള്ള ഫേസ്, നിഞ്ചായിഷ് ഫേസ് ഞാൻ വീണ്ടും പറയാണ്, വലിയ വിൻസ്ക്രീൻ, ഇതെല്ലാം LED ലൈറ്റൊക്കെ തന്നെയാണ്. താഴെ കാണുന്ന വലിയ വീല്, ആ ഒരു അലോയ് ഡിസൈൻ, പിന്നെ ആ ഒരു ഗ്രില്ല് കണ്ടോ, വാട്ടർ കൂൾഡ് എഞ്ചിൻ തന്നെയാണിത്. അപ്പോൾ X350 എന്നുള്ള 350 എഞ്ചിന് സൂചിപ്പിക്കുന്നു. ഈ ഒരു വണ്ടിക്ക് ആ ഒരു വലിപ്പമുണ്ട് എന്നുള്ളതാണ്. സീറ്റൊക്കെ അത്യാവശ്യം കൊള്ളാം, കാണാൻ കൊള്ളാം. കൂടാതെ ഡ്യുവൽ എക്സോസ് പൈപ്പ് കാണാം. അത് മാത്രമല്ല ആ ഒരു വലിയ വീല് പിന്നിലുണ്ട് കേട്ടോ. ഇത് 160 സൈസാണ്. അതായത് നേരത്തെ കണ്ട വണ്ടികൾ 150 നമ്മൾ കണ്ടെങ്കിൽ 160 സൈസ് വീലാണ്. അപ്പോൾ ഒരിത്തിരി വലിയ വീലാണിത്. ഇനി ഈ ഒരു വണ്ടിക്ക് 120 സൈസാണ് ഫ്രണ്ട് വീല്. ഇതിനും ആ ഒരു കീലെസ് എൻട്രി തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആക്കുന്നതും അല്ലെങ്കിൽ സീറ്റ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ സ്വിച്ചുകളാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂവലിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്താൽ ആ ഒരു കീ കാണാം. ബാൻഡ് പോലുള്ള കീ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ഒരു മീറ്റർ സ്ക്രീനിൽ ടാക്കോ മീറ്ററും ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചറും കാണാം. കൂടാതെ ആ ഒരു ഫ്യൂൽ മീറ്ററും കാണാനുള്ളതാണ്. അപ്പോൾ സ്വിച്ചുകളൊക്കെ തന്നെ കണ്ടില്ലേ. ഈ സോണ്ടേഴ്സിൻ്റെ വണ്ടികളിലെ എല്ലാ സ്വിച്ചുകളും ഒരുപോലെ തോന്നി. കൂടാതെ ഈ ഒരു സ്വിച്ച് ഉണ്ടോ, സെയിം തന്നെയല്ലേ മറ്റുള്ള വണ്ടികളിൽ നിന്ന്. അപ്പോൾ അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് ഈ ഒരു X350 എന്നുള്ളതാണ്. മോട്ടോ മോർണിയുടെ ആ ഒരു എക്സ്കേപ്പ് കണ്ടില്ലേ, അതിൻ്റെ കുറച്ചുകൂടി ചെറിയ രൂപം എന്നൊക്കെ ഈ ഒരു സോണ്ടേഴ്സിൻ്റെ ADVക്ക് പറയാം. സെയിം അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ആ ഒരു അഡ്വഞ്ചർ എന്ന് ഉദ്ദേശിച്ചുള്ളൂ. അതായത് രണ്ട് വിധത്തിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വണ്ടിയാണ്. ഫ്രണ്ടിലെ ഒരു ബീക്കും ആ ഒരു വിൻസ്ക്രീനും കൂടാതെ ആ ഒരു LED ഹെഡ്ലാമ്പ്സും കേട്ടോ, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സും വലിയ വീലുകളും. സിംഗിൾ ബ്രേക്കാണ്, 350cc ഉള്ളൂ, അത്രേ വേണ്ടൂ. അഡ്വഞ്ചർ ടൂറേഴ്സ് എഴുതിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല സീറ്റും ഈ വലിയ ഈ ഒരു കേരിയർ പോലുള്ള ഭാഗമൊക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ കാണാനുള്ള രസമാണ് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഒരു ഫുഡ് റെസ്റ്റുകളാണെങ്കിലും കൂടാതെ ആ ഒരു താഴെ കാണുന്ന എഞ്ചിൻ്റെ ഗാർഡാണെങ്കിലും ആ വലിയ പിൻവീലും മോണോ ഷോക്കെല്ലാം തന്നെ അത്യാവശ്യം കൗതുകം ഉണർത്തുന്നുണ്ട്. അപ്പോൾ സോണ്ടേഴ്സ് എന്നുള്ള ആ ഒരു ലോഗോ നമുക്ക് ആ ഒരു ടാങ്കിൽ കാണാം. കൂടാതെ ഈ ഒരു ഹാൻഡ് ഗാർഡൊക്കെ തന്നെ കാണുന്നുണ്ട്. വലിയ മിററാണ്, ഇത്തിരി നല്ല കൗതുകമുള്ള മിററാണ്. ആ മിററിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ ശരിക്കും നല്ലതാണ്. അപ്പോൾ ഈ സോണ്ടേഴ്സിൻ്റെ എല്ലാ വണ്ടികൾക്ക് തോന്നുന്നു ഈ ഒരു കീലെസ് എൻട്രി ഉള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. അങ്ങനെ അൺലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു മീറ്റർ കൺട്രോളിലേക്ക് പോകാം. അപ്പോൾ വലിയ ഹാൻഡിൽ ബാറും ഈ ഹാൻഡിൽ ബാർ സ്വിച്ചുകളൊക്കെ തന്നെ നമ്മൾ മറ്റുള്ള വണ്ടികൾ കണ്ട പോലെ തന്നെയാണ്. കൂടാതെ സോണ്ടേഴ്സ് എന്നുള്ള ആ ഒരു ലോഗോ കാണാം. ഇനി ഈ ഒരു വണ്ടിയുടെ സീറ്റും ഫ്യൂലും തുറക്കാനുള്ള ആ ഒരു സ്വിച്ചുകൾ കണ്ടില്ലേ, വലിയ സീറ്റും ആ ഒരു വലിയ വീലും ഈ വണ്ടിയുടെ പ്രത്യേകതയാണ്. ഇനി ഒരു കൗതുകം പറയാം. ആ വന്ന വണ്ടി ഒഴിച്ച് ഈ നിർത്തിയിരിക്കുന്ന വണ്ടി ആ അഡ്വഞ്ചർ അല്ല എസ്കേപ്പ്, ആ ഒരു വണ്ടി എല്ലാം ഞാൻ കൊണ്ടുവച്ചാണ്. അപ്പോൾ ഈ ലോട്ടിൽ ഇനി നോക്കാനും പരിശോധിക്കാനായിട്ട് വണ്ടികളൊന്നും തന്നെയില്ല. അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും പോയിട്ട് പകുതി കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് വണ്ടികളിലുണ്ട്, വളരെ ലളിതമായിട്ടേ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് നാട്ടിൽ ഈ വണ്ടികൾ കിട്ടിക്കഴിയുമ്പോൾ ഒരിത്തിരി കൂടി ദൂരം ഓടിക്കാൻ പറ്റിയാൽ, ഒരിത്തിരി കൂടി വിശദമായിട്ട് ഓടിക്കാൻ പറ്റിയാൽ ഒരു റിവ്യൂ പോലെ കാര്യങ്ങളൊക്കെ തന്നെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ട്, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നുള്ളത്. എനിക്ക് ഈ ഒരു എക്സ്കേപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സോണ്ടേഴ്സിൻ്റെ അഡ്വഞ്ചർ ടൂറാണ്. ഇത് 350 ആണ്. അതായത് 38 HP പവർ, 32 Nm ടോർക്കുള്ള വണ്ടി. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കാം. 650 ഓടിച്ചിട്ട് ഈ ഒരു 350 കയറിയപ്പോൾ വലിയ ഒരു എന്താ പറയുക, ഒരു ഫൺ ഫാക്ടറോ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം വലിയ വണ്ടി ഓടിച്ച് ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം എന്താ അവർക്ക് ആ ഫീൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ നിലയ്ക്കാൻ പറയാൻ പറ്റുള്ളൂ. അതായത് വളരെ ലൈറ്റാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. വളരെ ലൈറ്റാണ് ഈ വണ്ടി ഓടിക്കാനെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയണം. അതായത് ഈ വണ്ടിക്ക് ഹീറ്റ് തീരെ കുറവാണ്. തീരെ കുറവെന്നല്ല, ഹീറ്റ് ഇല്ലെന്ന് തന്നെ പറയാം ആ ഒരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ 650 നമ്മൾ ഓടിച്ച മോട്ടോ മോർണിയുടെ ആ ഒരു എക്സ്കേപ്പ് നമ്മൾ ഓടിച്ചപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, അത് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത് ജീൻസ് ഇട്ട് ഓടിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ദൂരം ഓടിക്കുമ്പോഴേക്കും ശരിക്കും പുകയും, ചൂടെടുത്ത് പുകയും. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഈ വണ്ടിയെ കുറച്ചുകൂടി ആകർഷകമാക്കുന്നുണ്ട്. ഇതൊരു
6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഒരു മോഡലാണോ. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു രസം കൊണ്ട് ഓടിക്കാൻ തന്നെ പറയാം. അതായത് കുഞ്ഞു വണ്ടി ഓടിക്കുന്നൊരു ഫീലുണ്ട്. 350 അല്ലേ. പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ, 350 ഓടിക്കുക എന്ന് പറയുമ്പോൾ അപ്പാച്ചെ RR 310 എന്ന് പറയുന്ന വണ്ടി ഭയങ്കര പഞ്ചുള്ളൊരു വണ്ടി ഓടിച്ചിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. അതായത് പവർ ടോർക്ക് ഫിഗറുകളൊക്കെ ഏകദേശം സെയിം ആണോ. പക്ഷേ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുമ്പോൾ ഈ 32 HP, അത് 34 HP-കളാണ്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 HP ആണെങ്കിൽ കൂടി ഇത് ഒരു ഇത്തിരി ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്, ഒരു ഇത്തിരി ഈസി ടു ഹാൻഡിലായിട്ട് തോന്നുന്നുണ്ട്, ഇത്തിരി ഈസി ടു റൈഡായിട്ട് തോന്നുന്നുണ്ട്. പറന്ന് കയറി പോകുന്ന ഫീലല്ല, വെറുതെ ഇങ്ങനെ ഓടിക്കുന്നൊരു ഫീലേ ഉള്ളൂ. അതായത് ചുമ്മാ അങ്ങനെ ഓടിച്ച് നടക്കുന്നൊരു ഫീല് മാത്രമേ ഉള്ളൂ സോണ്ടേസിൻ്റെ ഈ ഒരു ADVക്ക്, അതായത് അഡ്വഞ്ചർ ടൂററിന്. ഇതിനകത്ത് ഒരുപാട് ടെക്നോളജിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള വണ്ടി എന്നൊക്കെ പറയാം. കീലെസ് എൻട്രി, അതുപോലെ ഫ്യൂലാണെങ്കിലും ഈ ഒരു സീറ്റാണിലൊക്കെ കീ വെച്ച് തുറക്കുക. അപ്പോൾ മോട്ടോ മോർണിക്ക് ആ ഒരു ഇറ്റാലിയൻ ബന്ധമുണ്ടെങ്കിൽ ഇതിനകത്തില്ല, അത് പ്യുവർ ചൈനീസ് ആണല്ലോ. അപ്പോൾ പ്യുവർ ചൈനീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചിരി കൂടി ചൈന സ്വഭാവം ഈ വണ്ടിക്കുണ്ട്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള പറയുന്നത്, പോസിറ്റീവായിട്ടാണ്. കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഫീച്ചേഴ്സാൽ സമ്പന്നമാണ്, സവിശേഷതകളാൽ സമ്പന്നമാണ് ഈ ഒരു ADV ടൂറ്. ഇതൊരു ഇത്തിരി കൂടിയും ഹാഷാണ് വണ്ടി. അതായത് സ്മൂത്തല്ല, ഒരിത്തിരി ഹാഷാണ് ഈ വണ്ടി. ഓടിക്കാനായിട്ട് ഒരുപാട് വലിയ ഫണ്ണൊന്നുമില്ല. ഒരു സാധാരണ ലുക്കുള്ള ഒരു അഡ്വഞ്ചർ ടൂർ എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കാമെന്നേ ഉള്ളൂ. അതായത് ചുമ്മാ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നടക്കാം. അല്ലാണ്ട് ഒരു ഫൺ ഫാക്ടറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ വേണ്ടി ആശ്രയിക്കണ്ട. അതായത് ചുമ്മാ ഒരിത്തിരി അഡ്വഞ്ചറൊക്കെ കാണിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളത് തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈക്കോ മോഡിലായതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഈക്കോ മോഡ് മാറ്റിയിട്ട് ഒന്ന് സ്പോർട്സ് മോഡാകട്ടെ. സ്പോർട്സ് മോഡാകുമ്പോൾ വലിയ ഒരു കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ എന്താ പറയുക, അജഗജാന്തരം എന്ന് പറയാവുന്ന ആ ഒരു സ്വഭാവം മാറലൊന്നുമില്ല. ഒരിത്തിരി കൂടി ഒരിത്തിരി പഞ്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കയറി പോകുന്നതൊക്കെ സെയിം തന്നെയാണ്. വൈബ്രേഷൻ ഉണ്ട്, കാലിൻ്റെ മുകളിൽ വൈബ്രേഷൻ ഉണ്ട്, കൈൻ്റെ മുകളിൽ വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മോട്ടോ മോർണിയുടെ ആ ഒരു 650യുടെ 7 കെട്ടാൻ പെടില്ല എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസണോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈസ് അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഓൾറെഡി. ആ വില എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വില എന്താണെന്ന് ചോദിച്ചിട്ടേ ഞാൻ താഴെ എഴുതി കാണിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുക ചെയ്യാം. നിങ്ങൾക്ക് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ വാല്യൂ ഫോർ മണി ആയിരിക്കുമോ അല്ലേ എന്നുള്ളതൊക്കെ. കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കാണാനുള്ള കൗതുകത്തിന് മേടിക്കാൻ ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന നിലയ്ക്ക് ആളുകൾ വാങ്ങിയാലുള്ളൂ. അങ്ങനെ വാങ്ങുമ്പോൾ ഈ ഒരു പവർ കുറവ് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഒരു പ്രശ്നമുണ്ടെന്നേ, അതായത് നമ്മൾ ഈ ഒരു 650 അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള പവർഫുൾ വണ്ടി ഓടിച്ചതിന് ശേഷം ഒരു പവർ കുറഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഒരു ഇത്തിരി പോരാ എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് ഇപ്പോൾ 5ാമത്തെ ഗിയറല്ലേ, ഞാനൊന്ന് 4ാമത്തെ ഗിയറ്, 3ാമത്തെ ഗിയറ് എവിടെ കേട്ടോ. I am not impressed.